ക്രിസ്തുവിനോടുകൂടെ നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിന്റെ വലത് ഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതങ്ങളിലുള്ളവയെ അന്വേഷിക്കുവിൻ. ഞാൻ പറയട്ടെ, നമ്മൾ രണ്ടുപേര് ഒരുമിച്ച് കൂടുമ്പോ, നമ്മൾ 10 പേര് ഒരുമിച്ചിരിക്കുമ്പോ നമ്മുടെ സംഭാഷണത്തിൽ രക്ഷയുടെ വാക്യങ്ങൾ വരാറുണ്ടോ? നമുക്ക് ലഭിച്ചിരിക്കുന്ന പൊതുവായ രക്ഷയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ട് എത്ര നാളായി? നമ്മുടെ ചർച്ചകളിൽ, നമ്മുടെ സംസാരങ്ങളിൽ രക്ഷയെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ടോ? നമ്മുടെ അകത്ത് ഈ ചിന്ത കിടപ്പുണ്ടോ? വെറുതെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ മഹാരഹസ്യങ്ങളെ നിങ്ങളുടെ തലയ്ക്കകത്ത് അതൊരു ധ്യാനമായിട്ടൊരു ചിന്തയായിട്ട് വരാറുണ്ടോ? അങ്ങനെയായിരുന്നു അപ്പസ്തോലന്മാർ. അവർക്ക് ഊണിൽ ഉറക്കത്തിൽ ഒരു ചിന്തയുള്ളൂ, യേശുവിനോടുള്ള രക്ഷ അതെങ്ങനെ എനിക്ക് അനുഭവിക്കാം, എങ്ങനെ പകർന്നു കൊടുക്കാം. ഈശോ മിശിഹായുടെ കുരിശുമരണത്തിന്റെയും പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും അവിടുത്തെ രക്ഷാകര പ്രവർത്തികളുടെയും ആകത്തുകയായ സാരസംഗ്രഹമായ പരിശുദ്ധ കുർബാനയ്ക്ക് നിൽക്കുമ്പോ കണ്ണു നിറയുന്ന ഒരു അനുഭവം, പ്രത്യാശയുടെ ഒരു അനുഭവം കർത്താവേ എനിക്ക് തരണേ എന്ന് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് ഹൃദയം പൊട്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക.